കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊല്ലം കൊട്ടാരക്കര സ്വദേശി അമൃതരാജിന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടു ബന്ധുക്കൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നീതു എന്ന യുവതിക്ക് വിരലുകൾ നഷ്ടമായതിൽ ആരോപണം നേരിടുന്ന അതേ ക്ലിനിക്കിലായിരുന്നു അമൃതരാജിന്റെയും ശസ്ത്രക്രിയ. കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അമൃതരാജിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. ജൂൺ 11 തിരുവനന്തപുരം പേട്ടയിൽ പ്രവർത്തിച്ചിരുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിൽ അമൃതരാജ് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. തിരികെ വീട്ടിലെത്തിയ അമൃതരാജിന് ശാരീരിക അസ്വസ്ഥതകൾ രൂക്ഷമായി. ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ നീതുവിന് ലഭിച്ച അതേ മറുപടി. പുള്ളിക്കാരൻ പറയുന്നത് ഇത് സർജറിയുടെ ഭാഗമായിട്ടുള്ള പെയിനാണ്. അപ്പോൾ ആ പെയിൻ കുറച്ചൊക്കെ സഹിക്കണം, ഉപ്പിട്ട കഞ്ഞോളം കുടിച്ചാൽ മതി, അപ്പോൾ ഈ പ്രശ്നം കുറേയൊക്കെ അങ്ങ് മാറും. അപ്പോൾ പറഞ്ഞു വയറ് പെരുകുന്നുണ്ട്, അത് ഗ്യാസിന്റെ, അതൊരു ഗ്യാസ് ട്രബിൾ അതിന്റെ മെഡിസിൻ മേടിച്ച് ലോക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി. വീണ്ടും ആശുപത്രിയിലെത്തിയ അമൃതരാജിനെ ആശുപത്രി അധികൃതർ തന്നെ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 19 മരിച്ചു. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിലെ പിഴവും നിലവാരമില്ലാത്ത ആശുപത്രിയിലെ ചികിത്സയുമാണ് മരണകാരണമെന്ന സഹോദരൻ അശോക് കുമാർ. ICU എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റിലുള്ള ഒരു ICU ഉണ്ടല്ലോ, വലിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ളത്. ഇതൊരു കാർഡ്ബോർഡ് ആണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോമെട്രി പോലൊരു സാധനം. 2021 മരിച്ച അമൃതരാജിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നത് 3 വർഷത്തിന് ശേഷം. കാര്യമായ അന്വേഷണം നടത്താതെ കേസ് ഒതുക്കുകയായിരുന്നു പോലീസിന് താല്പര്യമെന്നും കുടുംബം പറയുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ആദ്യമൊക്കെ വേദന കാണുമെന്ന് പറഞ്ഞു, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നതായിരുന്നു. ഡോക്ടറുടെ ഉന്നത ബന്ധങ്ങളും IMAയുടെ ഇടപെടലുമാണ് കാരണമെന്നാണ് ആക്ഷേപം. മറ്റൊരാൾ കൂടി ബലിയാടായ സാഹചര്യത്തിൽ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുകയാണ് അമൃതരാജിന്റെ കുടുംബം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒപ്പം IMAയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുകയാണ്. തങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു, നീതുവിനെങ്കിലും നീതി കിട്ടണമെന്നാണ് കുടുംബം പറയുന്നത്. ക്യാമറമാൻ അരുൺ അസാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.